ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഓണപ്പരീക്ഷ മോഡൽ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ്. ഓണപ്പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പഠിത്തത്തിൻ്റെ എല്ലാം തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗണിതം മലയാളം മീഡിയത്തിൻ്റെ ഓണപ്പരീക്ഷ മോഡൽ ചോദ്യപേപ്പറാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. മാത്സിൻ്റെ അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ചോദ്യപേപ്പർ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സബ്ജക്ട്സിൻ്റെയും മോഡൽ ചോദ്യപേപ്പറും മുൻവർഷ ചോദ്യപേപ്പറും എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് ഒരു തവണയെങ്കിലും അറ്റൻഡ് ചെയ്തിട്ട് എക്സാമിന് പോകാൻ വേണ്ടി ശ്രമിക്കണം. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. പാദവാർഷിക ആത്യന്തിക വിലയിരുത്തൽ എന്നായിരിക്കും നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ കാണുക. ഗണിതമാണ്. ആദ്യത്തെ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കുട്ടിയുടെ പേര്, വിദ്യാലയത്തിൻ്റെ പേര്, ഡിവിഷൻ ഇതെല്ലാം എഴുതാൻ വേണ്ടിയിട്ടുണ്ടാകും. ഇവിടെ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ. അതുപോലെ ചെയ്യുക. അപ്പം നമുക്ക് ആദ്യ ചോദ്യം നോക്കാം. പ്രവർത്തനം 1, വരയ്ക്കാം കണ്ടെത്താം. സ്കൂളിൽ നിന്നും പ്രദർശനം കാണാനായി എത്തിയതാണ് മീരയും കൂട്ടുകാരും. അവിടെ കുട്ടികൾക്കായി പല മത്സരങ്ങളും ഉണ്ടായിരുന്നു. ചിത്രം വരയ്ക്കലായിരുന്നു ആദ്യം ഒരുക്കിയിരുന്നത്. അവർ അങ്ങോട്ടേക്ക് എത്തി. അവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. വരൂ ചിത്രം വരയ്ക്കാം. വട്ടം, ചതുരം എന്നിവ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചിത്രം വരയ്ക്കാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒരു ചിത്രം നിങ്ങൾക്ക് വരച്ച് കാട്ടിത്തരാം. ഏതെങ്കിലും ഒരു ചിത്രം വരച്ചാൽ മതി. 2 കണ്ണും ഒക്കെ വരച്ചിട്ട് നിങ്ങൾ വരയ്ക്കൂ. എനിക്കിതിൽ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കുക. വട്ടവും ചതുരവും ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ചിത്രം വരയ്ക്കുക. ചതുരമാണ് കേട്ടോ. നിങ്ങൾ വരച്ച രൂപത്തിൽ എത്ര ചതുരങ്ങളുണ്ട്? 1, 2, 3. അപ്പം ഞാനിവിടെ വരച്ചതിൽ 3 ഉള്ളൂ. ഇങ്ങനെ വരയ്ക്കുക. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നതിൽ ചതുരത്തിൽ പ്രത്യേകത അല്ലാത്തതാണ് ചോദ്യം കേട്ടോ. 4 വശമുണ്ട്, 4 മൂലയുണ്ട്, എതിർവശങ്ങൾ ഒരേ അളവല്ല, എതിർവശങ്ങൾ ഒരേ അളവാണ്. അപ്പം ഇതിൽ ഉത്തരം വരുന്നത് 3ാമത്തെ ശരിയല്ല. അടുത്തത്, വീണ വരച്ച ചിത്രമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇതിൽ എത്ര ചതുരങ്ങളുണ്ട്? നോക്കൂ, ഇതിൽ എത്ര ചതുരങ്ങളാണ് ഉള്ളതെന്ന് നോക്കണം. 1, 2, 3, ഇതൊന്ന് 4, മൊത്തത്തിലൊന്ന് 5. അങ്ങനെ 5 എണ്ണമാണ് കേട്ടോ. അടുത്ത ചോദ്യം, പ്രവർത്തനം 2A, വരൂ സമ്മാനം നേടാം. പ്രദർശന നഗരിയുടെ അടുത്ത ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ എഴുതി കടലാസ് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ സംഖ്യ ഉണ്ടാക്കി എഴുതിയാൽ സമ്മാനം കിട്ടും. മീരയ്ക്ക് കിട്ടിയ കുറിപ്പുകൾ നോക്കൂ. അതിനനുസരിച്ച് സംഖ്യാ സ്ട്രിപ്പിൽ എഴുതി സംഖ്യ കണ്ടെത്തുന്നതാണ്. 3 100, 8 10, 5 1000, 4 1 എന്നാണ് ആൻസർ. 5384. അടുത്തത്, 4 1000ഉം 3 10ഉം ചേർന്ന സംഖ്യ 4030. 25 100, 8 10, 4 1 ചേർന്ന സംഖ്യ 2584. അടുത്തത്, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയേക്കാൾ 1 കുറഞ്ഞ സംഖ്യ 999. അടുത്ത ചോദ്യം, 2160 കുറിച്ച് ശരിയായത് ഏതാണെന്നാണ്. 2 1000ഉം 16 10ഉം. അടുത്ത ചോദ്യം, പ്രവർത്തനം 2B, സംഖ്യ ഉണ്ടാക്കാം. സാന്ദ്രയ്ക്ക് കിട്ടിയ സംഖ്യാ കാർഡ് നോക്കൂ. ചുവടെയുള്ള ഏതൊക്കെ സംഖ്യാ സ്ട്രിപ്പുകൾ ചേർന്നാൽ സാന്ദ്രയുടെ കയ്യിലുള്ള കാർഡിലെ സംഖ്യയാകും എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ ഇതെല്ലാം നോക്കുക. 6475 ആണ് അല്ലേ? അപ്പോൾ 6000 വേണം, 400 വേണം, പിന്നെ 70 വേണം, 5 വേണം. കണ്ടല്ലോ, ഇതെല്ലാം വേണം. അപ്പം നമുക്കിതെല്ലാം ഇവിടെ നിന്ന് എടുത്തെഴുതാം. 6000, 400, 70, 5. അടുത്തത്, തന്നിരിക്കുന്ന സംഖ്യാ സ്ട്രിപ്പുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എഴുതുക. 9896. അടുത്ത ചോദ്യം, അബാക്കസിലെ 1000ന്റെ സ്ഥാനത്തു നിന്നും ഒരു മുത്തെടുത്ത് 10ന്റെ സ്ഥാനത്തിടുക. ഇപ്പോൾ കിട്ടിയ സംഖ്യ ഏതാണെന്നാണ്. ഉത്തരം 3100. അടുത്ത ചോദ്യം, അബാക്കസിലെ ആദ്യ സംഖ്യയും ഇപ്പോഴത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. അബാക്കസിലെ ആദ്യ സംഖ്യ എന്ന് പറയുന്നത് 4000 ആണ് കേട്ടോ. 4000 നിന്ന് അപ്പോൾ 3100 കുറയ്ക്കുക. 900 ഉത്തരം വരും. അടുത്തത്, 5083 ചുവടെ കൊടുത്തതിൽ ഏതു സംഖ്യയാണ്? ശരി ഉത്തരത്തിന് ടിക്ക് കൊടുക്കുക. 5083. അടുത്തത്, പ്രവർത്തനം 3, എത്ര. മൈതാനത്തൊരുക്കിയ പ്രദർശനം കാണാൻ ടിക്കറ്റ് എടുക്കാനായി കുട്ടികൾ വരിയായി നിന്നു. മീരയുടെ സ്ഥാനം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എണ്ണിയപ്പോൾ 13ാമതാണ്. വരിയിൽ എത്ര പേരുണ്ട്? ഉത്തരം 25. ആദ്യം നിന്ന് മിത്രയ്ക്ക് കിട്ടിയ ടിക്കറ്റിലെ നമ്പർ 2789 ആണ്. അവസാനം നിൽക്കുന്ന സാന്ദ്രയ്ക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നമ്പർ എത്രയായിരിക്കും? അപ്പം നമ്മൾ 2789 പ്ലസ് ഈ 25
-1 ചെയ്യണം കേട്ടോ. 2811 വരും. നിൽക്കാത്തവർക്കുള്ള ടിക്കറ്റിന് 2500 രൂപയായി. 500-ന്റെ നോട്ടുകളാണ് കയ്യിലുള്ളത്. ടിക്കറ്റിന്റെ വിലയായി എത്ര നോട്ടുകൾ കൊടുക്കണം? 5 നോട്ടുകളാണ്. അടുത്ത ചോദ്യം, മനുവിന്റെ കയ്യിലുള്ള സംഖ്യ കാർഡുകൾ നോക്കൂ. അപ്പം ഇതാണ് മനുവിന്റെ കാർഡിൽ. വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയപ്പോൾ ശരിയായി വച്ചതേത്? ഉത്തരം ഞാൻ ഈ ടിക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അടുത്തത്, ചുവടെയുള്ള ചിത്ര പാറ്റേൺ നോക്കൂ. 1, 2, 3. അടുത്ത പാറ്റേൺ എങ്ങനെയാ വരിക? ഈ ലാസ്റ്റത്തെയാണ് കേട്ടോ. പ്രവർത്തനം 4, കാറോട്ട മത്സരം. മീരയും മിത്രയും കമ്പ്യൂട്ടറിൽ കാറോട്ട മത്സരം കളിക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടിയ പോയിന്റുകൾ നോക്കൂ. 495, 1805 ആണ് ആദ്യ റൗണ്ടിൽ. അപ്പം 2300. അടുത്തത് മിത്രയ്ക്ക് കിട്ടിയ പോയിന്റ് 515ഉം 1685ഉം 2200. ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയത് എന്നാണ് ചോദ്യം. മീരയ്ക്കാണല്ലേ. എത്രയാ കൂടുതൽ? 100 കൂടുതലാണ്. അടുത്ത ചോദ്യം, പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? നോക്കൂ, അടുത്ത സംഖ്യ 1000, 1200, 1450, 1750. അടുത്തത് 2100 ആണ് കേട്ടോ. പ്രവർത്തനം 5A, കളിയുപകരണങ്ങൾ. സ്കൂളിലേക്ക് ആവശ്യമായ കളിയുപകരണങ്ങൾ വാങ്ങാനായി സ്പോർട്സ് ക്ലബ് സെക്രട്ടറി മീരയും അധ്യാപകരോടൊപ്പം പോയി. 5500 രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അവിടുത്തെ സാധനങ്ങളുടെ വിവര പട്ടിക കൊടുത്തിരിക്കുന്നു. വില എഴുതി ആകെ കണ്ടെത്തണം. ക്രിക്കറ്റ് ബാറ്റ്, ബോള് 1230 രൂപ. ഷട്ടിൽ ബാറ്റും കോക്കും 970. ക്യാരം ബോർഡിന് 1300. ആകെ എത്രയാ? 3500. കൂട്ടി നോക്കുക കേട്ടോ. ബാക്കി എത്ര രൂപയുണ്ട്? അപ്പോൾ 5500 രൂപയാണ് അവരുടെ കയ്യിൽ. അതിൽ നിന്ന് 3500 മൈനസ് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ 2000 ഉത്തരം ലഭിക്കും. ഇനി വാങ്ങാൻ കഴിയുന്നവ ഏതൊക്കെ? ഷട്ടിൽ ബാറ്റും കോക്കും വോളിബോൾ നെറ്റും വാങ്ങിക്കുക അല്ലേ. അപ്പോൾ 970ഉം 860 രൂപയും കൂടെ ആകും. ബാക്കിയുള്ള പൈസയ്ക്ക് അതും കൂടി വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിതിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മുടെ എക്സാമാണ്. എക്സാമിൻ്റെ എഴുതുമ്പോൾ എപ്പോഴും ആരും നമുക്ക് അത് വിവരിച്ച് തരില്ല. അപ്പോൾ എക്സാമും എഴുതുക, അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ അതൊന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. അടുത്ത പ്രവർത്തനം 5B, ഓണം വന്നേ. ഓണത്തിന് വസ്ത്രം വാങ്ങാൻ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഭാഗ്യയും പോയി. 7000 രൂപയാണ് അവരുടെ കയ്യിലുള്ളത്. നോക്കൂ, ഷർട്ട്, പാൻറ്, ലാച്ച, ചുരിദാർ, സാരി, ടീഷർട്ടിൻ്റെ ഒക്കെ വിവര പട്ടിക കൊടുത്തിരിക്കുന്നു. ഷർട്ടിന് 900, പാൻസിന് 1050, ലാച്ചയ്ക്ക് 1550. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 3500 വരും. ബാക്കി തുക എത്രയെന്ന് കാണാൻ ആകെയുള്ള 7000 രൂപയിൽ നിന്ന് 3500 മൈനസ് ചെയ്ത് നോക്കുക. 3500 തന്നെ ഉത്തരം വരും. അച്ഛന് ടീഷർട്ടും അമ്മയ്ക്ക് സാരിയും വാങ്ങണം. ഇതിന് കയ്യിലുള്ള പണം തികയുമോ? അപ്പോൾ തികയും. 2100ഉം 950ഉം അല്ലേ. അപ്പോൾ ആകെ 3050 രൂപയാവുള്ളൂ. അപ്പോൾ അത് വാങ്ങിക്കാൻ തികയൂ അല്ലേ. ശരി ഉത്തരത്തിന് ടിക്ക് ചെയ്യൂ. തികയും എന്നുള്ളതിൽ ടിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സാമിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. തുടർന്ന് വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും തുടർന്ന് വാച്ച് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.